ഹലോ, നമുക്ക് അടിപൊളി ഒരു കിടുക്കാച്ചി ഉണക്കമത്തി ഉണ്ടാക്കിയാൽ എന്തായാലും ഉണക്കമത്തി ഉപ്പുമുളം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊച്ചുള്ളി വറ്റൽമുളക് കൂടി മിക്സിക്കകത്തൊന്ന് ചതച്ചെടുക്കണം. ഇത് മതി, ഇത് മാത്രം മതി ചോറ് കഴിക്കാനൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഇതുകൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഉണക്കമത്തി ചുട്ടെടുത്ത് വെച്ചേക്കണം. അതൊന്ന് ക്ലീനാക്കി വൃത്തിയാക്കി പൊടിച്ച് വെച്ചേക്കുക കൈ വെച്ച്. എന്നിട്ട് അതിനകത്തോട്ട് ഈ ചതച്ച് വാരിയ മിക്സിയിലെ മിശ്രിതം തട്ടിയിടുക. എന്നിട്ട് മുളക് പൊടി ഇടുക. ഞാൻ ഈ വാരിയിടുന്നത് കണ്ടുകൊണ്ട് ആരും വാരിയിടരുത്. ഇത് കാശ്മീരി മുളക് പൊടിയായിട്ടാണ് ഞാനിങ്ങനെ വാരിയിടുന്നത് കേട്ടോ. എരിവുള്ള മുളക് പൊടി കുറച്ചിടുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. കുട്ടികൾ കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ തോനെ ഒഴിച്ചോളൂ. എന്നിട്ട് ഉപ്പിടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചല്ലോ. ഉപ്പിടണ്ട, കാരണം ഉണക്കമത്തിക്ക് ഉപ്പുണ്ടായതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ കാണും. ഇനി നിങ്ങൾ ഇളക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ഇടുക. ഇത് കൈകൊണ്ട് തന്നെ ഞെവിടി പൊടിക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. നല്ലതായിട്ട് ഞെവിടി അങ്ങോട്ട് പൊടിച്ചിട്ട് ഇത് ചോറിൻ്റെ കൂടോ പഴങ്കഞ്ഞിയുടെ കൂടോ ഇത് നല്ല ടേസ്റ്റ്. പഴങ്കഞ്ഞിക്കാണ് സൂപ്പർ, എന്നാലും ചോറിനും അടിപൊളിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എല്ലാവരും.